ഹായ്, കുഞ്ഞോനാണേ. അപ്പോൾ സമയം എത്രയാണെന്നല്ലേ? രാവിലെ 6:20. രാവിലെ 6:20 ഒരു 5-5:15 നമ്മൾ എണീച്ച് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് രാവിലെ ചായക്കടി നല്ല അവിലാണ്. അവിലും ചായയാണ്. പുട്ടും ചായ ഉണ്ട്, പക്ഷേ പുട്ടും ചായ എനിക്ക് രാവിലെ തന്നെ പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല നെഞ്ഞരിച്ചിലുണ്ട്. പണിസ്ഥലത്ത് നിന്ന് നല്ല നെഞ്ഞ് നീറും. അതിനെക്കൊണ്ട് പുട്ടൊന്നും കഴിക്കുന്നില്ല. അപ്പം നമ്മൾ അവിൽ തിന്നിട്ട് പണിക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം എൻ്റെ പണിയൊക്കെ എല്ലാവരും കണ്ടാണല്ലോ അല്ലേ? എന്താ വർക്ക് എന്നുള്ളത്? ടൈലിൻ്റെ വർക്കാണ്. പണിസ്ഥലത്തിലെത്തിയിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫുള്ളായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സമയം ഉണ്ടാവില്ല, തിരക്കിട്ട പണിയിലായിരിക്കും. അപ്പോൾ പോകുന്ന വഴിയും രാവിലെ തന്നെ പോണതും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല അവിൽ കൊഴിച്ചോണ്ട്, അവിൽ കൊഴിച്ചിട്ടില്ല കേട്ടോ, നല്ല അവിൽ ഉണ്ട്. നല്ല പൊരിയാവിലുണ്ട്, നെരിയാവിലുണ്ട്. പിന്നെ സുലൈമാനിയും ഉണ്ട്. സുലൈമാനി ഇതാ ഒരു കോപ്പ മറച്ചും സുലൈമാനി ഉണ്ട്. അതുപോലെ പുട്ട് കണ്ടില്ലേ? പുട്ട് തള്ളാനുള്ളതാണ്, പക്ഷെങ്കിൽ തള്ളിയിട്ടില്ല. പുട്ട് എന്താ വെച്ചാൽ എനിക്ക് രാവിലെ പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ഞ് നീറും. അങ്ങനെ പ്രശ്നമുണ്ട്, നെഞ്ഞരിച്ചിലിന് പ്രശ്നമുണ്ട്, ഗ്യാസ് ട്രബിൾ. അതിനെക്കൊണ്ട് ഞാൻ പുട്ടൊന്നും കഴിക്കുന്നില്ല. നല്ല കറിയുണ്ട് കേട്ടോ, നല്ല സൂപ്പർ കറിയുണ്ട്. പക്ഷേ അത് നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ അവിൽമൽ ഒപ്പിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പണിക്ക് പോവുകയാണ്. ടാറ്റാ, അസ്സലാമു അലൈക്കും. പോയിട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നടക്കുകയാണ്. നമ്മളെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ട് അങ്ങാടിയിലേക്ക്. പോന്നാല് നിങ്ങളിപ്പോൾ ഒന്ന് ലീവാ? നിങ്ങൾ ഡ്യൂട്ടിക്ക് പോവാ? വണ്ടിയായിട്ട് അങ്ങ് പോലെ. ഇന്നിപ്പോ ഇന്നലെ ലീവായില്ലേ? ഞാൻ ഇവിടെ എത്തിക്കുന്നതായോ? ഇവിടെ ചൊളിന്നാല് ഏതായാലും അങ്ങാടി എത്തിക്കുന്നല്ലോ. അൽഹംദുലില്ലാ. ഓക്കെ, ശരി എന്നാല്. നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ബസ് കയറണം. അപ്പം നമ്മളെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. 6:40 ആകുമ്പോൾ മുകളിൽ വരാറുണ്ട്. അടിവാരം കോഴിക്കോട് ഓടുന്ന മുകളിലാണ് നമ്മൾ മിക്ക ദിവസവും കയറാറുള്ളത്. നമ്മളെ പരിചയക്കാരാണ്, ഡ്രൈവറായാലും കണ്ടക്ടറായാലും ഒക്കെ നമ്മളെ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ അടുത്താണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങി. ഇനി നമ്മളെ മുതലാളി വരും. മുതലാളിൻ്റെ കൂടെ ബൈക്കിലാണ് നമ്മൾ പണി സൈറ്റിലേക്ക് പോവുക. പണിസ്ഥലം 23-ലാണ്, എലോക്കരയിലാണ്. അപ്പോൾ നമ്മൾ ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് മുതലാളിനെ വിളിക്കണം. ഇനി മുതലാളി ഇവിടെ അടുത്ത് തന്നെയാണ് മുതലാളിൻ്റെ വീട്. മുതലാളി അവിടെ നിന്ന് ഇപ്പോൾ വരും. അതിനുശേഷം മൂപ്പരെ കൂടെ നമ്മൾ പണി സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മളെ പണിസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ പണി തുടങ്ങുകയാണ്.
മക്കളെ സമയം 10:45 നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നിന്നാൽ ശരിയാവില്ല. അപ്പോൾ മുതലാളി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് താഴെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് വണ്ടി വെച്ചത്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. അപ്പോളേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 23 എലോക്കരയിലുള്ള റഹ്മാനിയ ഹോട്ടലിലേക്കാണ്. അവരെ വീട്ടിൽ തന്നെയാണ് നമുക്ക് വർക്കും ഉള്ളത്. കുഴപ്പമില്ല, നല്ല സൂപ്പർ ഫുഡാണ്. നല്ല സൂപ്പർ അടിപൊളി ചായ, അതേപോലെ നല്ല സൂപ്പർ പൊറോട്ട, നല്ല കറികളൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.